നല്ലൊരു ഡോബർമാൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പപ്പി സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രീഡറിൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ആ പാരൻറ്റേജ് കണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്രീഡർ ആദ്യം തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഫുഡ് കൊടുക്കരുതെന്ന് പറയണം നമ്മൾ പപ്പി സെലക്ഷന് പോകുമ്പോൾ. അപ്പോൾ പപ്പീസൊക്കെ വയറ് കാലിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് ആദ്യം ഡോഗിനെ വിളിക്കുക. അപ്പോൾ വിളിക്കുന്ന ടൈമിൽ ഇപ്പോൾ ഒരു 6-7 പപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രേഞ്ചറുടെ സൗണ്ട് കേൾക്കുമ്പോൾ ആദ്യം അതിലേക്ക് എയിം ചെയ്ത് നിൽക്കുന്നത് ഫസ്റ്റ് സെലക്ഷൻ, രണ്ടാമത് വിളിച്ചാൽ അടുത്തേക്ക് വന്നത്, പിന്നെ മൂന്നാമത് നോക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ആ ഉള്ള ഗ്യാപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന പപ്പീസ് ഉണ്ട്. അവരെപ്പോഴും ഒരു ഒറ്റ മൈൻഡ് ആയിരിക്കുള്ളൂ. അവരെന്ന് വെച്ചാൽ ആ ഓണറായിട്ട് ഇത്രയും കൂടി അറ്റാച്ച്മെൻറ്റ് കൂടും. വയറ് കാലിയായിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ചെന്ന് വിളിച്ചു കഴിയുമ്പോൾ ഇവർ ശ്രദ്ധിക്കും, വിളിച്ചാൽ വരും. അപ്പോൾ ആ കേൾവി കാര്യങ്ങൾ നോക്കും. പിന്നെ വിളിച്ചാൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൈയും കാലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നോക്കുക, അതായത് ഫ്രീ മൂവ്മെൻറ്റ്, സൈക്ലിംഗ് പോലെ മൂവ്മെൻറ്റ് നോക്കുക. അല്ലാണ്ട് കാലിലും കയ്യിൽ വലിച്ചിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്കത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കണത്, അതാണ് നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യണത്. പിന്നെ ബൈറ്റ് സിസർ ബൈറ്റ് ആയിരിക്കും, കത്രികപ്പൂട്ട്. അത് വായ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ഗ്യാപ്പുകളൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ഏത് സൈഡിൽ നോക്കിയാലും ഗ്യാപ്പില്ല. ഇത് ആണ് ബൈറ്റ് നോക്കണത്. പിന്നെ വീട്ടാവശ്യത്തിന് മറ്റ് വിഷയമില്ല. ഷോ പർപ്പസ് ആണെങ്കിൽ മെയിൽസ് ആണെങ്കിൽ ടെസ്റ്റിക്കിൾ രണ്ടും വിസിബിൾ ആണെന്ന് നോക്കും.